വെൽക്കം. താഹിമാനാണ്. പാർക്കിൻസൺസ് ഡിസീസിൽ ഉപയോഗിക്കുന്ന മരുന്നുകളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആ വീഡിയോ സീരീസിലെ 7ാമത്തെ വീഡിയോ ആണ്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന മരുന്ന് അമാൻറ്റാഡിൻ എന്ന് പറയുന്ന മരുന്നാണ്. സോ അമാൻറ്റാഡിൻ നമുക്ക് ഈ രോഗത്തിൽ, പാർക്കിൻസൺസ് രോഗത്തിൽ അമാൻറ്റാഡിൻ എന്ന് പറയുന്ന മരുന്ന് എവിടെ ഉപയോഗിക്കും, അതാണ് നമ്മൾ ആദ്യം നോക്കുക. അത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഉപയോഗിക്കാവുന്നത് മൈൽഡ് പീഡിയിൽ പാർക്കിൻസൺസ് ഡിസീസ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇനീഷ്യൽ തെറാപ്പി, ആദ്യം ഒരു തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യൽ തെറാപ്പി ആയിട്ട് നമുക്ക് അമാൻറ്റാഡിൻ എന്ന് പറയുന്ന മരുന്ന് കൊടുക്കാം. അതാണ് ഒരു സാധ്യത. നമ്മൾ റെസാജിലിൻ കണ്ടു, ദെൻ ഡോപ്പമിൻ അഗോണിസ്റ്റ്, പ്രാമിപെക്സോൾ പോലെയുള്ള മരുന്നുകൾ കണ്ടു. ഇതെല്ലാം അവിടെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അപ്പോൾ ഇത് ഏർലി പി ഡിയിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഏർലി പി ഡി രണ്ടാമത്തെ ഉപയോഗം, അതാണ് പ്രധാനപ്പെട്ട ഉപയോഗം. പാർക്കിൻസൺസ് രോഗത്തിൽ ആന്റി ഡിസ്കൈനറ്റിക് ഡ്രഗ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുക. ആന്റി ഡിസ്കൈനറ്റിക് ഡ്രഗ് ആയിട്ടാണ് ഉപയോഗിക്കുക. സോ എന്താണ് ഡിസ്കൈനേഷ്യ എന്നുള്ളത് നമ്മൾ ലീവോഡോപ്പ, കാർബിഡോപ്പ ആ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. സോ അത് ഞാൻ വീണ്ടും വിവരിക്കുന്നില്ല. സോ ലീവോഡോപ്പ ഓർ കോമ്പിനേഷൻസ് ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാകുന്ന ലീവോഡോപ്പ ഇൻഡ്യൂസ്ഡ് ഡിസ്കൈനേഷ്യ, സോ അത് തടയാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ ഉപയോഗം. സോ ദിസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ ലീവോഡോപ്പ ഇൻഡ്യൂസ്ഡ് ഡിസ്കൈനേഷ്യ. സോ ഡിസ്കൈനേഷ്യയുടെ സിവിയറിറ്റി കുറയ്ക്കും ആൻഡ് ഓൾസോ അതിന്റെ ഡ്യൂറേഷൻ. സോ ഡ്യൂറേഷൻ ആൻഡ് സിവിയറിറ്റി ഓഫ് ഡിസ്കൈനേഷ്യ ഈസ് റെഡ്യൂസ്. സോ അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം. ഈ മരുന്ന്, ഈ അമാൻറ്റാഡിൻ ഒരു ആന്റിവൈറൽ മരുന്ന് കൂടിയാണ്. ആക്ച്വലി കൂടിയാണ് എന്ന് പറയുന്നത് അല്ല ശരി. ആക്ച്വലി ഇതൊരു ആന്റിവൈറൽ മരുന്നായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പാർക്കിൻസൺസ് രോഗത്തിൽ ശമനം കണ്ടെത്തി അങ്ങനെ പാർക്കിൻസൺസിന് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. ആൻഡ് ദിസ് ഇസ് ഫോർ ആന്റി ഇൻഫ്ലുവൻസ എ. ഇൻഫ്ലുവൻസ എയിൽ പ്രൊഫൈലാക്സിസിനും ട്രീറ്റ്മെന്റിനും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മരുന്നാണ് ദിസ് അമാൻറ്റാഡിൻ എന്ന് പറയുന്നത്. ആൻഡ് ആന്റിവൈറൽ ആക്ഷൻ അല്ലാതെയുള്ള ആക്ഷനാണ് ഈ പാർക്കിൻസൺസ് ഡിസീസിൽ ഉള്ളത്. ഇനി ഈ പാർക്കിൻസൺസ് രോഗത്തിൽ അപ്പോൾ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു? സോ ഈ മരുന്നിന് വിവിധ തരം മെക്കാനിസം ഓഫ് ആക്ഷൻസ് പറയുന്നുണ്ട്. ഒന്ന്, ദിസ് ആക്സസ് ആൻ NMDA റിസപ്റ്റർ അന്റഗോണിസം ആണ് ഒരു ആക്ഷൻ. NMDA റിസപ്റ്റർ എന്ന് വെച്ചാൽ എന്താ? NMDA റിസപ്റ്റേഴ്സ് ആർ ഗ്ലൂട്ടമേറ്റ്, അതിന്റെ റിസപ്റ്റർ ആണ്. ഗ്ലൂട്ടമേറ്റ് പ്രവർത്തിക്കുന്നത് വൺ ഓഫ് ദ റിസപ്റ്റേഴ്സ് NMDA റിസപ്റ്റർ ആണ്. സോ അതിനെ തടയുകയാണ് ഒരു പ്രവൃത്തി. രണ്ടാമത്തത് ഡോപ്പമിന്റെ റിലീസ് ഓഫ് ഡോപ്പമിൻ വർദ്ധിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കൽ, റീഅപ്ടേക്ക് തടയുന്ന പരിപാടികൾ കൂടിയുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് ഗോട്ട് സം D2 ബ്ലോക്കിംഗ്. D2 അഗോണിസ്റ്റുകളാണ് നമുക്ക് വേണ്ടത് സാധാരണ പാർക്കിൻസൺസിൽ. കുറച്ച് D2 ബ്ലോക്കിംഗ് ആക്ഷൻ കൂടിയുണ്ട് ഈ മരുന്നിന്. ദെൻ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ആക്ഷൻ ഈസ് ആന്റി കോളിനർജിക് ആക്ഷൻ ആണെന്ന് വെച്ചാൽ അട്രോപ്പിൻ ലൈക്ക് ആക്ഷൻ, പക്ഷേ സെൻട്രൽ ആന്റി കോളിനർജിക് ആക്ഷൻസ് ഉണ്ട്. ഇനിയുണ്ട് ആക്ഷൻ, ഇറ്റ് ഹാസ് ഗോട്ട് അഡിനോസിൻ റിസപ്റ്റർ അന്റഗോണിസ്റ്റും ആയിട്ട് അന്റഗോണിസവും ഉണ്ട്. സോ ഇങ്ങനെ വിവിധ തരം രീതിയിലാണ് ഇത് പാർക്കിൻസൺസ് രോഗത്തിൽ ഗുണകരമാവുന്നത്. അങ്ങനെയാണ് നമ്മളിത് ആന്റി ഡിസ്കൈനറ്റിക് ഡ്രഗ് ആയിട്ട് ഉപയോഗിക്കുക. എന്തായാലും മരുന്ന് ഡിസ്കൈനേഷ്യ തടയും. സോ നമുക്ക് പാർക്കിൻസൺസ് ഡിസീസിൽ തുടക്കത്തിൽ ഏർലി സ്റ്റേജിൽ കൊടുക്കാം, ലീവോഡോപ്പയ്ക്ക് അഡ്ജുവന്റ് ആയിട്ടും കൊടുക്കാം. അപ്പൊ എങ്ങനെ കൊടുക്കും എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ തുടങ്ങുക 100 മില്ലിഗ്രാം എടുക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം. സോ ഇങ്ങനെ ആയിരിക്കും നമ്മൾ മരുന്ന് തുടങ്ങുക. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ പിന്നീട് ഉയർത്തി 100 മില്ലിഗ്രാം വീതം 2 നേരം, രാവിലെയും വൈകിട്ടും, അങ്ങനെ 200 മില്ലിഗ്രാം. പരമാവധി ഇങ്ങനെ കൊടുക്കാവുന്നത് ഒരു 300 മില്ലിഗ്രാം ആണ് എന്നും കൂടി മനസ്സിലാക്കി വെച്ചേക്കും. ഇനി മരുന്നിന്റെ സൈഡ് എഫക്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ CNS പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാവുന്നത്. അതിൽ ഞാൻ ഈ പറയുന്നതെല്ലാം നമ്മൾ മറ്റ് പാർക്കിൻസൺസ് ഡിസീസിൽ ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകളും ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് പുതുമയുള്ള ഒന്നും തന്നെയില്ല. ഡിസിനസ് അല്ലെങ്കിൽ ക്ഷീണം, മയക്കം, ലെതാർജി, മടി, ഇൻസോംനിയ, കൺഫ്യൂഷൻ, ഹാലൂസിനേഷൻ. സോ ഇതെല്ലാം ഞാൻ പ്രത്യേകം എഴുതാത്തത്, ഇതെല്ലാം മറ്റ് പാർക്കിൻസൺസ് രോഗത്തിന് കൊടുക്കുന്ന എല്ലാ മരുന്നുകളും ഉണ്ടാക്കുന്നതാണ്. ദെൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ചാൽ ഒന്ന് ഇതായിരിക്കും, വാസോ ഡയലേഷൻ ഇൻ പെരിഫറി. അതുകൊണ്ട് ആംഗിൾ എഡീമ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ആംഗിൾ എന്ന് വെച്ചാൽ കാലിന്റെ കാൽപാദം കാലും ചേരുന്ന സ്ഥലം, മലയാളം ഞാൻ ഓർക്കുന്നില്ല. ദെൻ മറ്റൊരു പ്രശ്നം ലിവിഡിയോ റെറ്റിക്കുലാരിസ് എന്ന് പറയുന്ന പ്രശ്നമാണ്. ലിവിഡോ റെറ്റിക്കുലാരിസ് നമ്മൾ എവിടെയാണ് പറഞ്ഞത്? അത് നമ്മൾ റെസാജിലിന് പറഞ്ഞിട്ടുണ്ടാവും. ദെൻ ബ്രോമോക്രിപ്റ്റിൻ. സോ ഈ 3 മരുന്നുകളും പാർക്കിൻസൺസിൽ ഉപയോഗിക്കുന്നതാണ്. ലിവിഡോ റെറ്റിക്കുലാരിസ് എന്ന് വെച്ചാൽ ചർമ്മത്തിന്, സ്കിന്നിൽ ഒരു പർപ്പിളിഷ് കളർ, പ്രത്യേകിച്ച് ബ്ലഡ് വെസൽസിന്റെ ഒക്കെ പ്രശ്നം മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ് ലിവിഡോ റെറ്റിക്കുലാരിസ് എന്ന് പറയും. പിന്നെ ഉള്ളത് ആന്റി കോളിനർജിക് എഫക്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ആന്റി കോളിനർജിക് സൈഡ് എഫക്ട്സ് അതൊക്കെ എന്തൊക്കെയായിരിക്കും? നമ്മൾ ഡ്രൈ മൗത്ത്, കാഴ്ചമങ്ങൽ, മൂത്രം പിടിച്ചു വെക്കൽ. സോ ആന്റി കോളിനർജിക് സൈഡ് എഫക്ട്സ് എന്ന് വെച്ചാൽ ഒരു കൃത്യമായിട്ട് നമുക്ക് 3-4 ലക്ഷണങ്ങളുണ്ട്, അതും എഴുതുക. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ ഇത്രയാണ് നമുക്ക് ഈ അമാൻറ്റാഡിനെ കുറിച്ച് പറയാനുള്ള, അധികമൊന്നും പറയാനില്ല. ആന്റി കോളിനർജിക് പറഞ്ഞുകൊണ്ട് നമുക്ക് പാർക്കിൻസൺസ് ഡിസീസിൽ നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് മരുന്ന് ആന്റി കോളിനർജിക് ഡ്രഗ്സ് ആണ്.
ആണ്. അത് പാർക്കിൻസൺസിൽ എന്താണ് തടയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തടയുക റെസ്റ്റിംഗ് ട്രമർ തടയുന്ന മരുന്നുകളാണ്. റെസ്റ്റിംഗ് ട്രമർ. ഡോപ്പമിൻ മരുന്നുകൾ റെസ്റ്റിംഗ് ട്രമർ തടയുന്നില്ല. അത് റിജിഡിറ്റി, കൈനേഷ്യ അങ്ങനത്തെക്കുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ തടയുക. റെസ്റ്റിംഗ് ട്രമർ തടയണമെങ്കിൽ നമ്മൾ ആന്റി കോളിനർജിക് ഡ്രഗുകൾ കൊടുക്കണം. ഏതൊക്കെയായിരുന്നു? ബെൻസെക്സോൾ ഉണ്ട്, ട്രൈഹെക്സിഫെനിഡൈൽ ഉണ്ട്, ബൈപെരിഡ്. സോ ഇത് നമ്മൾ ആന്റി കോളിനർജിക് ഡ്രഗ്സിനകത്ത് പണ്ടേ ഇത് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞു. 1 വർഷം മുമ്പോ അങ്ങാണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടേക്കാം, ഒരുമിച്ച് ചേർത്തിട്ടേക്കാം. സോ അത്രയും മരുന്നുകളാണ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഓൾ പാർക്കിൻസൺസ് മരുന്നുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പറയാത്തത് ബ്രോമോക്രിപ്റ്റിനാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ സെപ്പറേറ്റ് പറയും. ദെൻ അത് പറയുമ്പോൾ കേബർഗോലിൻ പറയണം. സോ ഇത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.